സ്പൈനൽ ഡിസ്കിൽ ഉണ്ടാവുന്ന പ്രധാന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് ശരിക്കും? നമ്മൾ IT ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരിൽ സെർവിക്കൽ ഡിസ്ക് ബൾജിങ്ങും അതുപോലെ തന്നെ ലംബാർ ഡിസ്ക് ബൾജിങ് കൂടുതലായിട്ട് കാണുന്നുണ്ട്. അത് മെയിൻ റീസൺ എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആയിട്ട് ഫോൺ അല്ലെങ്കിൽ ലാപ്ടോപ്പ് യൂസ് ചെയ്യുന്നത് കാരണം ലോങ് സിറ്റിങ്ങും കാരണം നമുക്ക് ഈ ഒരു പ്രോബ്ലം വരാറുണ്ട്. അപ്പോൾ ഈ പ്രോബ്ലംസ് നമുക്ക് വരാതിരിക്കാനായിട്ട് നമ്മൾ ഈ മെയിൻലി ചെയ്യേണ്ടതെന്ന് പറയുന്നത് കുറച്ചൊന്ന് ഈ വർക്ക് ചെയ്യുന്നതിന്റെ ഇടയിൽ ഈ ഒരു ഏരിയയിൽ നെക്കിന്റെ ഏരിയയിൽ കുറച്ച് റിലാക്സിങ് ടെക്നിക്സുകൾ യൂസ് ചെയ്യുക. അതുപോലെ തന്നെ കുറച്ച് കണ്ടിന്യൂസ് ആയിട്ട് ഇരിക്കുന്നതിന് പകരം കുറച്ചൊന്ന് വോക്ക് ഒക്കെ ചെയ്യുക. ഒരു 15 to 30 മിനിറ്റ്സിന്റെ ഇടയിൽ വോക്ക് ചെയ്യാനായിട്ടൊക്കെ ശ്രമിക്കുക. അങ്ങനെയൊക്കെ നമുക്ക് ഒരു പരിധി വരെ നമുക്ക് ഈ ഡിസ്ക് ബൾജിങ്, സെർവിക്കൽ ആൻഡ് ലംബാർ ഡിസ്ക് ബൾജിങ് ഒന്ന് കുറയ്ക്കാൻ പറ്റും. IT ഫീൽഡിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാർ, ലോങ് സിറ്റിംഗ് ഡ്രൈവേഴ്സ്, അങ്ങനെയുള്ള ആൾക്കാർക്ക്. അതുപോലെ തന്നെ ഇപ്പം കൂടുതലായിട്ടും ചെറിയ കുട്ടികളിൽ വരെ നമുക്ക് ഈ സെർവിക്കൽ ഡിസ്ക് ബൾജിങ്ങിന്റെ കേസ് കാണുന്നുണ്ട്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ട് അവരുടെ ഈ ഫോണിന്റെ ഉപയോഗം കൂടുന്നത് കാരണം ഈ ഏരിയയിലുള്ള മസിൽ ആക്റ്റീവ്നെസ് കുറയുന്നത് കാരണം അതിന്റെ അകത്തോട്ടുള്ള ഓക്സിജൻ സപ്ലൈ കുറയുന്നതും അതുമൂലം ഡിസ്കുകൾക്ക് കറക്റ്റായിട്ട് ന്യൂട്രീഷൻ എത്താതെ വരികയും ഡീജനറേഷൻ സംഭവിക്കുകയും ചെയ്യുന്നത് മൂലം ശരിക്കും നമുക്ക് ആ ഒരു ഏരിയയിൽ സെർവിക്കൽ ഡിസ്ക് ബൾജിങ് കാണുന്നുണ്ട്. അപ്പൊ ഇതിനൊക്കെ മെയിൻ റീസൺ എന്ന് പറയുന്നത് നമ്മുടെ മസിൽ ആക്റ്റീവ് അല്ലാത്തതുണ്ട്. അപ്പൊ കുട്ടികളെ കൂടുതലായിട്ടും ആക്ടിവിറ്റീസുകൾ കൂടുതൽ കൊടുക്കുക. അതിലൂടെ നമുക്ക് ഇത് പ്രിവെന്റ് ചെയ്യാനായിട്ട് പറ്റും.